വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ വാർത്ത എന്തെന്ന് നോക്കാം. വയനാട് കള്ളാടി ദുരന്തത്തിൽ കരാറുകാരെ പഴിച്ചു കേന്ദ്രമന്ത്രിയും. മണ്ണ് മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടും അത് പാലിച്ചില്ലെന്ന് സുരേഷ് ഗോപി. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിധിക്കുള്ളിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താവശ്യപ്പെട്ടാലും അത് എത്രയും പെട്ടെന്ന് അത് കളക്ടർ പറഞ്ഞത് ഒരാഴ്ചക്ക് മുമ്പ് താക്കീത് കൊടുത്തതാണ്. മണ്ണ് മാറ്റണമെന്ന് പറഞ്ഞിട്ടും മാറ്റിയില്ലെങ്കിൽ നമുക്കിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും അവർക്ക് ദുരന്തം അല്ല ഇത് പാഠമാവണം. നമ്മളെപ്പോഴും അതാണ് പറയുന്നത്. ഇതിനി സംഭവിക്കരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പക്ഷെ ഇത് സംഭവിക്കരുത് എന്ന് പറയുന്ന കരുതൽ ഒരിക്കലും തുടർന്നുണ്ടാവില്ല. തുരങ്കപാത നിർമ്മിക്കാനായി മലയിൽ മണ്ണ് കൂട്ടിയിട്ടതാണ് അപകട കാരണമെന്ന് സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. അങ്ങനെയെങ്കിൽ ഇതൊരു വീഴ്ചയുടെ ഉദാഹരണമാണ്. ഇത് ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന സംഭവമാണെന്ന് കേന്ദ്ര സഹമന്ത്രി പാലക്കാട് പറഞ്ഞു. സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി സുരേഷ് ഗോപി വെളിപ്പെടുത്തി. വീഴ്ചയുണ്ടെങ്കിൽ സർക്കാർ നടപടിയെടുക്കണം. തുരങ്ക നിർമ്മാണവുമായി മുന്നോട്ടു പോകുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. അതൊക്കെ ചിലപ്പം വിമർശനത്തിന്റെ ഭാഗമായിരിക്കും. പലപ്പോഴും വികസനത്തിന് എതിര് നിൽക്കുന്നവരുടെ അഭിപ്രായ പ്രകടനം മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത്രയും വലിയൊരു പദ്ധതിയൊക്കെ അങ്ങനെ പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് പഠിക്കാതൊക്കെ ചെയ്യുകയും അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ തന്നെ നമ്മുടെ അതിനുവേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു വിഭാഗം അതിനെ തടയും. അങ്ങനൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പം അത് ബഹുമാനീയനായ മുഖ്യമന്ത്രി അതിനുള്ള സംഘത്തെ നിയോഗിച്ച് അങ്ങനെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പഠനം നടത്തി നേരത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും കരാർ കമ്പനിക്കെതിരെ രംഗത്തു വന്നിരുന്നു. കള്ളാടിയിലുണ്ടായ ദുരന്തത്തിൽ 10ഓളം പേരെയാണ് കാണാതായിരിക്കുന്നത്. സംഭവ സമയം പണി നടക്കാത്തതിനാൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല. അതേസമയം ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. ഇവരും പ്രദേശവാസികളുമാണ് അപകടത്തിൽപ്പെട്ടത്. മേപ്പാടി SI അടക്കം 10ഓളം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. UTV ന്യൂസ്, പാലക്കാട്.